സ്കൂളുകളിലെ പ്രാർത്ഥനാഗാനം മതനിരപേക്ഷ സ്വഭാവമുള്ളതാക്കി മാറ്റാൻ ആലോചിക്കുന്നതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സ്കൂളുകളിലെ ചില പ്രാർത്ഥനാഗാനങ്ങൾ അംഗീകരിക്കാൻ കഴിയുന്നതല്ല. നിലവിൽ വിവിധ സമുദായങ്ങളിലുള്ള സ്കൂളുകൾക്ക് വ്യത്യസ്ത പ്രാർത്ഥനയാണുള്ളത്. വിവിധ ആശയങ്ങളിൽ വിശ്വസിക്കുന്ന വിദ്യാർത്ഥികൾ ഇത് പിന്തുടരാൻ നിർബന്ധിതരാവുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് സംബന്ധിച്ച് നിരവധി മെയിലുകളും ഫോൺ കോളുകളും ലഭിച്ചെന്നും സമൂഹം വിഷയം ചർച്ച ചെയ്യട്ടെ എന്നതാണ് നിലപാടെന്നും മന്ത്രി പറയുന്നു. ഒരു ആമുഖ പ്രാർത്ഥന ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഈശ്വര പ്രാർത്ഥന ഉണ്ടാവും, അല്ലെങ്കിൽ സ്വാഗതഗാനം ഉണ്ടാവും. ഇപ്പം നിരവധി വിദ്യാലയങ്ങളിൽ നിന്നുള്ള രക്ഷകർത്താക്കൾ എന്നെ രേഖാമൂലമല്ലാതെയും അറിയിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ മകനോ മകൾക്കോ ഇത് ഉൾക്കൊള്ളാൻ വേണ്ടി കഴിയുന്നില്ല എന്ന്. മാത്രമല്ല, കുഞ്ഞുനാളിൽ ഉണ്ടാവുന്ന ഒരു ശ്രദ്ധയുണ്ടല്ലോ, ഏതെങ്കിലും കാര്യത്തിൽ ഒരു അധികമായ ശ്രദ്ധ ഉണ്ടായാൽ അത് കുഞ്ഞിൻ്റെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്ന സുവിശേഷമുണ്ട്. അപ്പം നമുക്ക് ഇന്നിപ്പോൾ ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ഒരു കുട്ടിയുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി പാടില്ലല്ലോ. അപ്പോൾ എനിക്ക് കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഞാനിങ്ങനൊരു പ്രസ്താവന നടത്തിയത്. നമുക്കൊരു കോമൺ ആയിട്ടുള്ള പൊതുവിൽ എല്ലാ സ്കൂളുകളിലും എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന ഒരു പ്രാർത്ഥനയെന്നോ അല്ലെങ്കിൽ ആമുഖ ഗാനമെന്നോ ഒക്കെ പറയാൻ പറ്റുന്ന രൂപത്തിലൊരു കാര്യം വേണം എന്ന് പറഞ്ഞു. വിശദാംശങ്ങളുമായി ദിഷ്ന ചേരുകയാണ്. ദിഷ്ന, ഈ പ്രാർത്ഥനാ ഗാനം അത് മതനിരപേക്ഷ സ്വഭാവമുള്ളതാക്കി മാറ്റാൻ ആലോചിക്കുന്നതായാണ് മന്ത്രി പറഞ്ഞത്. മന്ത്രി വി ശിവൻകുട്ടിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കിയത്? സ്കൂളുകളിലെ പ്രാർത്ഥനാ ഗാനം മതനിരപേക്ഷ സ്വഭാവമുള്ളതാക്കി മാറ്റാൻ ആലോചിക്കുന്നതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. വിശദാംശങ്ങളുമായി ദിഷ്ന ചേരുകയാണ്. ദിഷ്ന, മന്ത്രി വി ശിവൻകുട്ടി ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ഈ പൊതുവായ സ്വാഗത ഗാനം സ്കൂളുകളിൽ ഉണ്ടാവണമെന്നൊരു അഭിപ്രായവുമായാണ് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി രംഗത്ത് വന്നിരിക്കുന്നത്. കേരളത്തിൽ 14,000-ഓളം സ്കൂളുകളുണ്ട്. നിരവധി ചടങ്ങുകളാണ് സ്കൂളിൽ നടക്കുന്നത്. ചില ഗാനങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല. പാലക്കാട് നടന്ന ഒരു പരിപാടിയിലാണ് ഇത്തരത്തിൽ ഒരു പരാമർശം ഉണ്ടായത്. അതിനുശേഷം സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെയും വലിയ വിമർശനവും വലിയ പിന്തുണയും ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു പ്രതികരണം ജനം ടിവിയോട് അദ്ദേഹം നടത്തിയത്. അതായത് ചില ഗാനങ്ങൾ അംഗീകരിക്കാൻ കഴിയുന്നതല്ല, അതുകൊണ്ട് തന്നെ പൊതുവായ ഒരു ഗാനം എന്ന ആശയത്തിലേക്ക് എത്തുകയാണ്. അത് സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഏതൊക്കെ തരത്തിലുള്ള അഭിപ്രായമാണ് ഉണ്ടാവുക എന്നതിനനുസരിച്ചായിരിക്കും തുടർച്ചയായി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുക എന്നത് തന്നെയാണ് മന്ത്രി വി ശിവൻകുട്ടി പ്രധാനമായും എടുത്തു പറഞ്ഞിട്ടുള്ളത്. ആരുമായും ചർച്ച നടത്താൻ തയ്യാറാണ് എന്നത് തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉൾപ്പെടെയുള്ള ഒരു പ്രതികരണവും മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഈ പ്രാർത്ഥനാഗാനം മതനിരപേക്ഷ സ്വഭാവമുള്ളതാക്കി മാറ്റാൻ ആലോചിക്കുന്നതായി മന്ത്രി പറയുമ്പോൾ ചില സ്കൂളുകളിലെ ചില ഗാനങ്ങൾ ലക്ഷ്യം വെച്ചുള്ള ഒരു പരാമർശം, അത്തരത്തിലുള്ള ഒരു വിലയിരുത്തൽ തന്നെയല്ലേ പൊതുവെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്? കാരണം ദേശീയതയെ വാഴ്ത്തുന്ന ഗാനമുണ്ട് ചില സ്കൂളുകളിൽ, മാതൃത്വത്തെ വാഴ്ത്തുന്ന ഗാനങ്ങളുണ്ട്. പക്ഷേ അതിനെതിരെയുള്ള ചില കോണുകളിൽ നിന്നുള്ള വിമർശനം, ആ വിമർശനം മുഖവിലക്കെടുത്തുകൊണ്ടുള്ള ഒരു പ്രതികരണം എന്ന് വേണം വായിക്കാൻ, അല്ലേ? തീർച്ചയായും കെ പി, അത്തരത്തിലുള്ളൊരു പ്രതികരണം തന്നെയാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് മന്ത്രി പറയുന്ന ഒരു ഉദാഹരണം എന്ന് പറയുന്നത് ദേശീയഗാനം ഒക്കെ തന്നെയും ആലോപിക്കുന്നില്ല, അതുപോലെ തന്നെ സ്കൂളുകളിലൊക്കെ തന്നെ പൊതുവായൊരു ഗാനം പോരെ, എന്തിനാണ് പല പ്രാർത്ഥനകൾ ചൊല്ലുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ തന്നെയാണ് മന്ത്രി പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഈ ആശയം മന്ത്രി മുന്നോട്ട് വയ്ക്കുന്നു. അതെങ്ങനെയാണ് പൊതുസമൂഹം സ്വീകരിക്കുക, അതിനുശേഷമായിരിക്കും നടപടിയിലേക്ക് കടക്കുക എന്നത് തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു വയ്ക്കുന്നത്. കെ പി, യെസ്, ദിഷ്നയാണ് വിവരങ്ങൾ നൽകിയത്.